ഗീതം. വാടക കുടിശ്ശികയെ തുടർന്ന് മട്ടാഞ്ചേരിയിലെ സപ്ലൈകോ ഔട്ട്ലെറ്റ് കെട്ടിട ഉടമ പൂട്ടി. 4 മാസത്തെ വാടകയാണ് കുടിശ്ശികയായിട്ടുള്ളത്. മുഴുവൻ തുകയും നൽകാതെ കട തുറക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഉടമയുള്ളത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. വിഷ്ണു, ഇതിനോടകം തന്നെ സപ്ലൈകോ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. ഇപ്പോൾ കട ഉടമയ്ക്ക് പണം നൽകാത്തതിനെ തുടർന്നാണല്ലോ സപ്ലൈകോ സ്റ്റോർ തന്നെ ഉടമ വന്ന് പൂട്ടിയിരിക്കുന്നത്. എന്താണ് സാഹചര്യം? ഗോപികൃഷ്ണൻ, മട്ടാഞ്ചേരിയിൽ കഴിഞ്ഞ 2 വർഷമായി പ്രവർത്തിക്കുന്ന സപ്ലൈകോ ഔട്ട്ലെറ്റ് ആണിത്. രാജേന്ദ്രകുമാർ എന്ന് പറയുന്ന ആളുടെ ഉടമസ്ഥത ഉള്ള 1000 സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിലാണ് ഈ സപ്ലൈകോ ഔട്ട്ലെറ്റ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ 4 മാസമായി ഈ സ്ഥാപനത്തിൽ നിന്ന് വാടക തനിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് രാജേന്ദ്രകുമാറിന്റെ ആക്ഷേപം. ഒരു മാസം 15,000 രൂപയാണ് വാടക. അങ്ങനെ 4 മാസമായി 60,000 രൂപയുടെ കുടിശ്ശികയുണ്ട്. പലതവണ ഇവരോട് ചോദിച്ചിരുന്നു, പക്ഷേ ഒരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടായില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് രാവിലെ രാജേന്ദ്രകുമാർ എത്തി ഇത് തുറക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചത്. ഒരു തരത്തിലും ഇനി തന്നെ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല, തന്റെ പൈസ തനിക്ക് ലഭിച്ച ശേഷം മാത്രമേ സപ്ലൈകോ ഔട്ട്ലെറ്റ് പ്രവർത്തിക്കാൻ അനുവദിക്കൂ എന്ന നിലപാടിൽ അദ്ദേഹം നിൽക്കുകയാണ്. എന്നാൽ സപ്ലൈകോ അധികൃതർ നിലവിൽ എത്തി ഈ കുടിശ്ശിക നിലവിൽ നൽകുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഈ സാധനങ്ങൾ എത്രയും പെട്ടെന്ന് മാറ്റാം എന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തി സംഭവ വികാസങ്ങളെല്ലാം വിലയിരുത്തുകയാണ്. പോലീസിന്റെ ഭാഗത്ത് സുരക്ഷ ഈ സപ്ലൈകോ ഉദ്യോഗസ്ഥർക്ക് ഏർപ്പെടുത്തുകയും ജീവനക്കാർക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സാധനങ്ങൾ മാറ്റുന്ന നടപടിയിലേക്ക് കടക്കുകയാണ്. ഒരു പക്ഷേ അവിടെ ഇനി സപ്ലൈകോ ഔട്ട്ലെറ്റ് തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു സാധ്യത നിലവിൽ കാണുന്നില്ല. ഗോപികൃഷ്ണൻ.